എല്ലാവർക്കും നമസ്കാരം. പൊന്നൂസ് റിയൽ ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്താ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മുടെ ഒരു ചക്കയുടെ സീസണാണല്ലോ. ഇപ്പം വരിക്കച്ചക്ക, കൂഴച്ചക്ക, തേൻ വരിക്ക, അങ്ങനെ ഒരുപാട് ചക്കയുടെ സീസണാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചക്ക വെച്ചിട്ടൊരു സാധനം എല്ലാവർക്കും അറിയാം, പക്ഷെ പല നാടുകളിലും പറഞ്ഞ പോലെ പല ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചക്കയപ്പം, എൻ്റെയൊക്കെ നാട്ടിൽ ചക്കയപ്പം എന്ന് പറയും. കൂടുതലും അത് ഉണ്ടാക്കുന്നൊരു ഇലയുണ്ട്, എടനയില. അതിനകത്ത് ഉണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് ഈ പരിസരങ്ങളിൽ, ഞങ്ങൾ എറണാകുളം ടൗണിലൊക്കെ ആയതുകൊണ്ട് ആ ഇലയൊന്നും കിട്ടപ്പോരില്ല. സമയത്ത് കോട്ടയത്താണ്. അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ എടനയിലയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ അതിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ എങ്ങനെയാണ് ഈ ചക്കയുടെ ഉണ്ടാക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണിച്ചു തരാം. കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനേ ഇവിടെ പോയി, വേൾഡ് സൂക്കിൽ പോയപ്പോഴത്തേക്കും അവിടേക്ക് ഒരാൾ പറഞ്ഞു, ചേച്ചി ചക്കയുടെ ഐസ്ക്രീമുണ്ട്. അപ്പോൾ ഈ ചക്ക, കപ്പ, മാങ്ങ, ഇതൊക്കെ, ചേമ്പ്, ചേന, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായതുകൊണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ചെറുപ്പത്തിൽ ഇതൊക്കെ തിന്ന് ശീലിച്ചത് കൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, ചക്കപ്പഴത്തിൻ്റെ ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ, ചക്കപ്പഴത്തിൻ്റെ ഐസ്ക്രീം ഉണ്ടോ? പിന്നെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ ചക്കപ്പഴം തിന്ന പോലെയുള്ള ടേസ്റ്റായിരുന്നു. അപ്പോൾ ചക്ക കൊണ്ട് ഇപ്പോൾ എല്ലാവരും ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്. എന്താ പറയണേ, ചക്ക ചില ആൾക്കാർ ഈ പരമ്പിലൊക്കെ നിരത്തിയിട്ട് ഈ മാങ്ങയൊക്കെ ചെയ്യുന്നവരാണ്. ചക്ക ഇങ്ങനെ ചെയ്തിട്ട് എല്ലാവരും ഉണക്കിയൊക്കെ വെക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അത് കാരണം നമുക്ക് ചക്ക എന്താ പറയുക, കിട്ടുവാണെങ്കിൽ അപ്പം ഉണ്ടാക്കും. ചില ആൾക്കാർ ഇത് പൊരിച്ചെടുക്കും, കുരുവൊക്കെ ഇട്ടിട്ട്. പിന്നെ ചില ആൾക്കാർ ചുള വേവിക്കും, കറി വെക്കും, അവിയൽ വെക്കും, എരിശ്ശേരി വെക്കും, പല രീതിയിൽ വെക്കും ചക്ക. പക്ഷെ ഞാൻ ചക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അത് പറയാൻ കാര്യം, ചക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. അങ്ങനെ ഒരുപാട് പറഞ്ഞു ചക്കപ്പൊടിയുണ്ടെന്ന്. ഞാൻ വിചാരിച്ചു ചക്കപ്പൊടിയോ? ആ, പച്ചച്ചുള വെട്ടി അവർ എഴുതിട്ട് ഉണക്കിയിട്ട് അത് പൊടിച്ചു ഉണ്ടോ, അതാണിത് ചക്കപ്പൊടി. നല്ല ഗോതമ്പ് മാവ് പോലെ ഇരിക്കുന്നു ചക്കപ്പൊടി. അപ്പോൾ ഞാൻ ചക്കയപ്പം ഉണ്ടാക്കാൻ നേരത്ത് ചക്കപ്പൊടിയും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ചക്ക ഉണ്ടാക്കും, പക്ഷെ ചക്ക ഉണ്ടാക്കുമ്പോൾ ചക്കപ്പൊടി ചേർത്താരും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ഒരു പ്രത്യേകത ഇല്ലാതെ ഞാൻ നിങ്ങളുടെ മുന്നേ വന്നിട്ട് കാര്യമില്ല. കാരണം എല്ലാവരും ചെയ്യുന്നു, ചക്കയപ്പം അത് ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കുന്ന, വനം ചേച്ചി ഇപ്പോൾ ചക്കയപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതല്ല, ചക്കയുടെ കൂട്ടിൻ്റെ കൂടെ ചക്കപ്പൊടി ഇട്ടുണ്ടാക്കിയിട്ടുണ്ട് ആരെങ്കിലും? ആരും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇതിപ്പോൾ മാർക്കറ്റിൽ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ഈ ചക്കപ്പൊടി. അപ്പം അങ്ങനെ അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം വിചാരിച്ച് കണ്ടപ്പോൾ അപ്പോൾ എനിക്ക് ചക്ക കിട്ടി. അപ്പോൾ ശരി, എന്നാൽ നിങ്ങൾക്കൊരു ഈ ചക്ക കൊണ്ട് ഒരു അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അതിനകത്ത് അരിപ്പൊടി ഉപയോഗിക്കാം, ഗോതമ്പ് മാവ് ഉപയോഗിക്കാം, നമുക്ക് പലതരത്തിലുള്ള പൊടികൾ ഉപയോഗിച്ച് ചക്കയപ്പം ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഗോതമ്പ് മാവാണ്. അരിയുണ്ട്, അരിയും കൊള്ളാം, പക്ഷേ എങ്കിൽ പോലും എന്ന് വിചാരിച്ചു ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കി. ചിലപ്പോൾ റവ ഉപയോഗിച്ചും ചക്കയപ്പം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഞാൻ എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് എന്ന് ഞാനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് കുഴയ്ക്കണം. അപ്പോൾ ഞാൻ കയ്യെല്ലാം കഴുകിയൊക്കെ വന്നിരിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അഴുക്കൊന്നുമില്ലാതെ ഞാൻ മോതിരമൊക്കെ ഒരു ഈ കയ്യിലോട്ടിട്ടു. കാരണം ഇത് കുഴക്കണമെങ്കിൽ അല്ലെങ്കിൽ മോതിരത്തിൻ്റെ ഇടയ്ക്ക് കയറി പിടിക്കും. എൻ്റെ കൈ തന്നെ ഇളക്കണമല്ലോ. തവി കൊണ്ട് ഇളക്കാനും ശരിയാവില്ല, അത് കൈ കൊണ്ട് തന്നെ നമ്മൾ ഇളക്കണത്. അപ്പോൾ നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ ഞാനിത് നേരത്തെ ഇരിഞ്ഞ് ചക്ക ഞാൻ വെച്ചിരിക്കുക, നല്ല കൂഴച്ചക്ക. ഇത് മറ്റൊന്നുമില്ല, ഞാൻ എൻ്റെ മരുമകൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് അടൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ നല്ല വരിക്കച്ചക്ക, നല്ല കൂഴച്ചക്ക, 2 ചക്കയും കുറേ പറിച്ച് വണ്ടിയുടെ ഡിക്കിയിലിട്ടു. തൊട്ടടുത്ത് കുറേ അയലക്കാർക്കൊക്കെ കൊടുത്തു. 1-2 ചക്ക ഞാനും എടുത്ത് വെച്ച് പഴുപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ നല്ല അടിപൊളി ചക്ക കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ചക്കയപ്പം നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ചക്ക ഇട്ടു. ഞാൻ അതിനകത്തോടുണ്ട് തേങ്ങ എന്തേലും നമ്മൾ തേങ്ങ കൂടുതൽ ചേർക്കുന്നുണ്ടും തേങ്ങ നല്ലതേ, തേങ്ങ ചേർത്ത് ഞാൻ ഇത്രയും തേങ്ങ ഞാൻ ഇട്ടു അതിനകത്ത്. ചില ഉപ്പ് ചേർക്കാറില്ല, നമുക്ക് ലേശം ഒരു ഉപ്പ്, ഒരു പേരിന് ഗോതമ്പൊടി ചേരുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടതാണേ. പിന്നെ ലേശം പഞ്ചസാര, നമുക്ക് ചക്കയ്ക്ക് മധുരമുണ്ട്, അപ്പോൾ അതിനകത്ത് ലേശം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി.
പഞ്ചസാരയ്ക്ക് പകരം ശർക്കര അലിയിച്ചിടുന്നവരുമുണ്ട് കേട്ടോ. ഇത് ഗോതമ്പൊടി, ഇതാ ഗോതമ്പൊടി, ഇത് ഗോതമ്പൊടി ഞാൻ ഇത്ര ഇട്ടു. ഇത് കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ചക്കയുടെ കൂടാതെ തന്നെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ചക്ക അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഏലക്കായും കുറച്ച് നല്ല ജീരകം കൂടെ പൊടിച്ചിട്ടുണ്ടായിരുന്നു ചക്കയ്ക്കകത്ത്. അപ്പോൾ അതുകൂടെ ചേർന്നിട്ടുണ്ട് ഇതിനകത്ത്. ഞാൻ വേറെ ബൗളിൽ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്നല്ലേ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. ഈ ചക്കയുടെ അതിൻ്റെ കൂടെ ചേർത്ത് പോയി. അതുകൊണ്ടാണ് നിങ്ങളത് കാണാതെ പോയത്. ഞാൻ ആ ചക്കയുടെ അതിനകത്ത് ഇത്തിരി ഏലക്കായും ഇത്തിരി നല്ല ജീരകം കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവനെ ഇട്ട് അങ്ങോട്ട് ഇങ്ങനെ ഇപ്പം ഞാനിപ്പോൾ കണ്ടു. ദേ ഇങ്ങനെ ശരിക്കിളക്കി എന്താ ഇതെല്ലാം ഇട്ട് ഞാൻ കുഴച്ചു. അപ്പം ഇതിനകത്ത് എന്തൊക്കെ ഇട്ടത്? ഞാൻ ചക്കപ്പഴം, പഞ്ചസാര, ഏലക്ക, നല്ല ജീരകം, ലേശം ഉപ്പ്, ചിലർ പഞ്ചസാരയ്ക്ക് പകരം ഇച്ചിരി ശർക്കര ചേർക്കുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ ഗോതമ്പൊടി, പിന്നെ ചക്കപ്പൊടി ഞാൻ കാണിച്ചില്ലേ ചക്കപ്പൊടി, അതും കൂടി ഇട്ട് ഞാൻ കുഴച്ചെല്ലാം വെച്ചു. അപ്പം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ശകല എണ്ണ കയ്യെ തൂത്ത്, കാരണം അത് തൂത്തിട്ട് ഞാനിങ്ങനെ അങ്ങ് എടുത്തു. നമ്മൾ സാധാരണ ചക്കയപ്പം ഉണ്ടാക്കുമ്പോഴേ ഞങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും. ഇതാ ഒരു കുമ്പിൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇതെടുത്തിട്ട് ഇതാ എന്നിട്ടിങ്ങനെ വെക്കും. കുമ്പിൾ പോലെ വെച്ചിട്ട് നമ്മുടെ വാഴയിലേക്കകത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ അങ്ങ് വെക്കും. ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നതിനകത്തോട്ട്. രണ്ടു ദിവസം നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളത് ചെറുതാണെങ്കിൽ ചെറുത്, അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് അത് ഞാൻ ഈ ഇലയൊന്ന് വാട്ടിയായിരുന്നു, വെയിലത്തിട്ടൊന്ന് വാട്ടിയായിരുന്നു. ഇനി വെയിലില്ല, മഴക്കാലത്താണെങ്കിൽ നമുക്ക് അടുപ്പ് വെച്ച് ഒരാൾ നമുക്ക് വാട്ടിയാൽ മതി. ഇല വാടുമ്പണ്ട ഒന്നിങ്ങനെ നമുക്കി നമ്മളിതങ്ങോട്ട് ചേർത്ത് വെച്ചു. കുഞ്ഞിലയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ചെറുത് ഒരു കുമ്പിൾ പോലെ, കുമ്പിളപ്പം. ആ കുമ്പിളിനകത്ത് കൊള്ളുന്ന അങ്ങ് വെച്ചാൽ മതി. കുമ്പിളപ്പം ഇങ്ങനെ അങ്ങ് വെക്കുക. എളുപ്പം ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, 4 മണി പലഹാരം. ഇത് പിറ്റേ ദിവസമൊക്കെ ഇരുന്നുള്ളൂ. 2 ദിവസത്തേക്കൊക്കെ ഒന്നും ചീത്തയാവില്ല, പുറത്ത് വെച്ചാലും ചീത്തയാവില്ല. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. ഒരു 4 മണി പലഹാരവും രാവിലത്തെയൊക്കെ പലഹാരവും എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടാകും. ഞാൻ 2 ദിവസം ഞങ്ങൾ 2 ദിവസമെങ്കിലും കഴിപ്പിക്കും. ഇതിന് കുടിച്ച് രാവിലെ ചായയും കുടിച്ചാൽ രാവിലെ കഴിക്കുന്നവർക്ക്, ഇപ്പോഴത്തെ പിള്ളേർ സമ്മതിക്കില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തോ നൂഡിൽസ് വേണം, അവർക്കത്തെ ഫുഡൊക്കെ അതല്ലേ ഇപ്പോൾ. ഇതൊക്കെ അമ്മമാരെ ഉണ്ടാക്കി കൊടുക്കണം പിള്ളേർക്ക്. ചക്കയെന്ന് പറഞ്ഞപ്പോൾ തന്നെ മൂത്ത മോൾ അവിടെ ഭയങ്കര കൊതി വെക്കാൻ തുടങ്ങി. കാരണം അവർക്ക് അവിടെ കിട്ടത്തില്ലല്ലോ ഓസ്ട്രേലിയയിൽ. അത് ഉണ്ടാക്കുമ്പോൾ സങ്കടം വരും, എന്തുണ്ടാക്കുമ്പോഴും കിട്ടുകയല്ലോ. എന്തെങ്കിലും പിള്ളേർക്കവിടെ കിട്ടുന്നതെന്ന് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും. നമുക്കെന്നാ വെച്ചാൽ അവർക്ക് അവിടെ കിട്ടുമല്ലോ, ഉണ്ടാക്കി കഴിക്കുമല്ലോ എന്ന്. കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും. ചക്ക വറുത്തത് പക്ഷേ നമുക്ക് പിന്നെ UK എൻ്റെ മോനാണെങ്കിൽ ഒരുമാതിരി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. ലണ്ടനിലോട്ട് കുറേ സാധനം കൊണ്ടുപോകാം. പക്ഷേ ഓസ്ട്രേലിയ ഭയങ്കര പ്രശ്നമാണ്, കൊണ്ടുപോകാൻ പറ്റില്ല എല്ലാ സാധനമൊന്നും. ഭയങ്കര ചെക്കിങ്ങാണ്. അവർ കൊണ്ടുപോകാൻ എല്ലാം എടുത്ത് കളയും അവിടെ ചെല്ലുമ്പോൾ. അതാണ് അവർക്കൊന്നും. അതുകൊണ്ട് ഈ ചക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റിയല്ല. ഇതാ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത്രയും സാധനമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കുഴച്ചു, മോതിരമൊക്കെ ഇട്ടു. ഞാനെല്ലാം ഒന്ന് ഊരി എല്ലാം വെച്ചിരിക്കുകയായിരുന്നേ.
അത് കുഴച്ച് കാണിക്കാൻ വേണ്ടി ഇതൊക്കെ കയ്യിൽ നിന്ന് ഊരിയായിരുന്നു. എല്ലാം കുഴച്ചു ഇതിനകത്ത് എടുത്ത് വെച്ചു. നമ്മളിതിനകത്തോട്ട് ഇതൊരു തട്ടാണ്, നമ്മളിതെല്ലാം പെറുക്കി വെക്കുക. അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചായിരുന്നു. അടുപ്പിലോട്ട് കയറി അങ്ങനെ ചക്കയപ്പം അടുക്കളയിലോട്ട് കയറി. ഞാൻ ചക്ക ഉണ്ടാക്കിയിട്ടൊക്കെ പറയാമെന്ന് വിചാരിച്ചു. ഇന്നും ഒരു സിനിമയെ പറ്റി തന്നെ ഞാൻ പറയുന്നത്. റിലീസ് ചെയ്തു. അത് ഇതുപോലെ മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റായി ഓടിയൊരു പടമാണ് ടേക്ക് ഓഫ്. എനിക്കും ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടത്തിലൊന്നാണ്. കാരണം എൻ്റെ മക്കളൊക്കെ നേഴ്സുമാരായതുകൊണ്ട് കൂടുതൽ ആ പടം എൻ്റെ മനസ്സിനെ ഒരുപാട് ഉലയ്ക്കുകയും ചിന്തിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ഞാൻ കരയുകയും കൂടെ ചെയ്തു അങ്ങനത്തെ പടം കണ്ടപ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സെൻറ്റിമെൻറ്റ്സ് ഒട്ടും പറ്റാത്ത ഒരാളാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലിക്ക് വേണ്ടിയിട്ട് ഇറാഖിലെ അനുഭവങ്ങളാണ് ടേക്ക് ഓഫിൽ നമ്മളെ കാണിച്ചു തരുന്നത്. എൻ്റെ മക്കൾ ഇറാഖിലല്ല, പക്ഷെ എങ്കിൽ പോലും ആ പടം കണ്ടപ്പോൾ അതിലൊരുപാട് ആ മക്കളൊക്കെ എൻ്റെ മക്കളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നേഴ്സുമാർ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടും അവരുടെ യാതനയും വേദനയും. അവർ ഭൂമിയിലെ മാലാഖമാരെന്നേ ഞാൻ പറയുള്ളൂ. അത് എൻ്റെ മക്കൾ നേഴ്സുമാരായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, പക്ഷെ എനിക്ക് അത്ര പുണ്യമായ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ശരി, പക്ഷേ എൻ്റെ മക്കൾ പല ആൾക്കാരുടെയും നോക്കുകയും അവർ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പുണ്യമായിരിക്കാം എനിക്ക് ചിലപ്പോൾ കിട്ടുന്ന ദൈവാനുഗ്രഹം. അവരവിടെ ഒരുപാട് ആൾക്കാരെ നോക്കുകയും സ്നേഹത്തോടെ പരിചരിക്കുകയും ഒക്കെ ചെയ്യും നേഴ്സുമാരല്ലേ. അപ്പോൾ അവർ ജോലി ഞാൻ പലപ്പോഴും ആലോചിക്കും, എനിക്ക് കിട്ടിയ ഒരു വർഷത്തെ നന്മ ചിലപ്പോൾ എൻ്റെ മക്കൾ ചെയ്യുന്ന പുണ്യപ്രവർത്തിയുടെ ഫലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ഇഞ്ചക്ഷൻ ആയാലും നമ്മളത് നോവാതെ എടുക്കുക. പലപ്പോഴും നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വേദനിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ പലപ്പോഴും ക്ഷമിക്കും. കാരണം എൻ്റെ മക്കളൊക്കെ നേഴ്സുമാരാണല്ലോ. ഇങ്ങനെ ചിലപ്പോൾ ഒരു ആദ്യത്തെ ഒരു വർഷം കുത്തുമ്പോൾ അത് ശരിയായില്ല, വീണ്ടും അടുത്ത ഒന്നും കൂടെ ഒക്കെ അവർ കുത്തുമ്പോഴേ പണ്ടൊക്കെ ദേഷ്യപ്പെടുമായിരുന്നു. ഇപ്പം പിന്നെ ദേഷ്യമൊക്കെ അടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ടേക്ക് ഓഫ് ഇറങ്ങിയപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞാൻ ആ പടം പോയി കാണുന്നു. അതിനകത്ത് പാർവതി നന്നായിട്ടുണ്ട്. നമ്മൾ രാജേഷ് പിള്ളയുടെ ഓർമ്മയ്ക്കായിട്ടൊക്കെ വേണ്ടി ചാക്കോച്ചനും അവരെല്ലാം ഒരുമിച്ച് വളരെയധികം എന്താ പറയണേ, പൃഥ്വിരാജ് കൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. എല്ലാം കൂടെ ചെയ്തിട്ടാണ് ആ പടം എടുത്തിരിക്കുന്നത്. തിയേറ്ററിൽ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പടത്തിലൊന്നാണ് ടേക്ക് ഓഫ്. പൊന്നും ചേച്ചി ആ പടത്തിലുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ ആ പടത്തിലില്ല കേട്ടോ. നിങ്ങൾ കണ്ടല്ല ആ പടത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ വേഷം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനില്ല. പക്ഷെ നമുക്ക് പറയാമല്ലോ, ഞാൻ അല്ലേ തന്നെ മലയാള സിനിമകൾ എന്നല്ല എല്ലാ പടങ്ങളും നന്നായി ഓടണേ, അല്ലേ ഓടുന്ന പടത്തിന് അവരുടെ എല്ലാം പൈസ കിട്ടണേ, ഹിറ്റാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളും കൂടി. അത് ഞാൻ അഭിനയിക്കുന്ന പടം മാത്രമല്ല, എല്ലാ പടങ്ങളും മലയാള ഫിലിം ഇൻഡസ്ട്രി നന്നായി പോട്ടെ. അതിൽ 10 പടം എടുത്ത 2 പടമെങ്കിലും നമുക്ക് അഭിനയിക്കാനുണ്ടാവുമല്ലോ വേഷങ്ങൾ. ഞാനൊരു നിമിഷം നോക്കട്ടെ. വെള്ളം ഒരൽപ്പ് കേൾക്കുന്നുണ്ട്. വെള്ളമുണ്ട്. ചിലപ്പോൾ പൊട്ടബുദ്ധിക്ക് വെള്ളം ഉണ്ടാവില്ലേ, അതാണ് ഞാൻ പൊക്കി നോക്കി വെള്ളം ഉണ്ടോ, ഇനി എൻ്റെ ഓർമ്മ ശരിയാണോ. ഇതിനിടയ്ക്ക് നിങ്ങൾ വർത്തമാനം പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വന്നു, വെള്ളമുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ആ പടവും കാണണമെന്ന് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. ഞാനൊരു പ്രേക്ഷക എന്ന രീതിയിലും ഒരു നല്ല പടങ്ങൾ എപ്പോഴും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാണുന്ന ആൾക്കാർ എല്ലാവരും കൂടെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ പലതായിരിക്കാം, പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനങ്ങനെ പടത്തിന് പറ്റി വലിയ പ്രൊമോഷനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ നല്ല പടങ്ങളിൽ പ്രേക്ഷകരിൽ എത്തിക്കുക, അവർ കാണാൻ സാധിക്കാത്തവർ കാണട്ടെ എന്നാണ് ഞാൻ പറയുന്നത്.
പിന്നെ നേഴ്സുമാരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ നേഴ്സുമാരുടെ അമ്മമാരൊക്കെ ഈ പടം കണ്ടിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നെ ഒരുപാട് മാനസികമായിട്ട് എന്താ പറയുക വേദനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ഞാൻ ഓർത്തുപോയി. പിന്നെ ഓരോ അച്ഛനമ്മമാർ മക്കളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ ലോണെടുത്തും ഒക്കെ വിട്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ എൻ്റെയും കണ്ണു നിറഞ്ഞു പോയി. കാരണം ഞാനും എൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് 3 മക്കൾ ഒരുപോലെ തന്നെ പഠിക്കുകയെന്ന് വിചാരിച്ചോണം. എല്ലാവർക്കും എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ അതിനെ തരണം ചെയ്തു. അത് ഈശ്വരൻ നമ്മളെ കൊണ്ട് അതിന് കഴിവ് തന്നു. അല്ലെങ്കിൽ നമ്മളത് എന്താ പറയുക, ആ സമയത്ത് ദൈവം അതെല്ലാം അതെല്ലാം നമ്മൾ അനുഗ്രഹിച്ച് തന്നു. ആ ദൈവത്തിന് സ്തുതി. ചേച്ചന് നന്ദി പറയാം. കടന്നുപോയ പഴുത്താരകൾ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇതൊന്നും എനിക്ക് ഓർക്കാൻ വയ്യ. പല കാര്യങ്ങളും പിള്ളേർ 3 പേരുണ്ട്, പഠിപ്പിച്ചു, ഒരു കല്യാണം കഴിച്ചു, എല്ലാം പുറത്തായി എന്ന് ചിലപ്പോൾ തിരിഞ്ഞ് നിന്ന് നോക്കുമ്പോൾ ഞാൻ ദൈവത്തിന് എല്ലാത്തിനും നന്ദി പറയാറുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകരോട് ഞാൻ പറയുന്നത് എല്ലാവരും പോയിട്ട് സിനിമ കാണണം, നല്ല സിനിമകളെ വിജയിപ്പിക്കണം. ഈ കഥ പറയുന്നതോടൊപ്പം തന്നെ ഞാൻ കണ്ട ചക്ക അതൊക്കെ ആവിയൊക്കെ വന്നുകൊണ്ട് അതൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അധികം വലിയ വേവൊന്നുമില്ല, പെട്ടെന്നാകുന്ന ഒരു 4 മണി പലഹാരം നമ്മുടെ ഈ പെട്ടെന്ന് ഉണ്ടാക്കാം. ഈ ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ പഞ്ചസാര ഇടുന്നതിന് പകരം ശർക്കര ചേർത്താൽ മതി, അപ്പം ഷുഗർ ഉണ്ടാവില്ല. ചക്കയുടെ മധുരം വലിയ ഷുഗറുകാർക്ക് പ്രശ്നമല്ലെന്ന് തോന്നുന്നു. കാരണം ഷുഗറുകാർക്ക് ചക്ക കഴിക്കാം, ചക്കപ്പഴവും ചക്ക വേവിച്ചതൊക്കെ കഴിക്കാം. എൻ്റെ അമ്മ എപ്പോഴും പറയായിരുന്നു ഈ ചക്കപ്പഴം. ചക്കയെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഭയങ്കര ജീവനായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. ചക്ക എന്ന് കേട്ടാൽ എൻ്റെ അമ്മ പറയും ഇത് ചക്ക പുഴുക്ക്, ചക്കപ്പഴം കൊണ്ടുള്ള അപ്പം വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ അമ്മ എന്നോടൊപ്പം ഇല്ല, അമ്മ പോയി. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ ഈ ചക്ക കൊണ്ട് നമുക്ക് ചക്കപ്പഴം കൊണ്ട് ഇപ്പം ഇതൊരു 4 മണി പലഹാരം പോലെ ഉണ്ടാക്കി വെച്ചാൽ നാളെ രാവിലെ നമുക്ക് ഉപയോഗിക്കാം. 2 ദിവസം 3 ദിവസമൊക്കെ ഇരിക്കും. ഫ്രിഡ്ജിനകത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോളൊക്കെ ഇരുന്നോളും. നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ നമ്മുടെ നാവി കയറ്റി നമ്മളൊന്ന് എടുത്താൽ മതി, അപ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ എല്ലാവരും അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ടേക്ക് ഓഫ് കണ്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി പടം കാണണം. എല്ലാവരും കണ്ട് പടം വിജയിക്കാനൊന്നുമില്ല, പടം ഹിറ്റാണ്. 40, 50, 60 ദിവസമായി പടം കിടന്ന് കളിക്കുന്നുണ്ട്. എന്തായാലും അത് ഒരു 100-100-ലെത്തട്ടെ. നല്ല പടങ്ങളൊക്കെ 100-100-ലെത്തട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാനിത് വെച്ചു തുറന്ന് നോക്കട്ടെ എന്തായി അവസ്ഥ നോക്കട്ടെ. ആയി വന്നു. നമുക്കിത് നോക്കണമെങ്കിൽ ഒരു ഈർക്കിലെടുത്ത് കുത്തി നോക്കിയാലും നമുക്കറിയാൻ പറ്റും. ഞാൻ പിന്നെ സ്പൂണിൽ ഇങ്ങനെ എടുത്ത് നോക്കാം. ചക്കയപ്പം കറക്റ്റ് മധുരമാണ്, ലേശം പോലും കൂടുതലില്ല. ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ കുറേ നാൾ കുറച്ച് ദിവസം ഇരിക്കും. ഇത് ആവി കയറ്റുന്നെങ്കിൽ ആവി കയറ്റുന്ന ഇനി പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ എന്താ എടുത്തിട്ടൊന്നും ആവി കയറ്റുന്നതായിരിക്കുന്നില്ല. മൈക്രോവേവ് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ അത് ചൂട് ഇങ്ങനെ ഉണങ്ങിപ്പോവും. അതിനൊക്കെ നല്ലത് നമ്മൾ ഇതുപോലുള്ള പാത്രത്തിൽ ഒന്നും വെച്ച് ആവി കയറ്റി ഫ്രഷായിട്ട് കഴിച്ച് എല്ലാവരും കഴിക്കുക. പിള്ളേർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ എന്തൊക്കെ ചേർത്തുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗോതമ്പൊടി ചേർത്തു, ചക്ക ചേർത്തു, പഞ്ചസാര ചേർത്തു, ഏലക്ക, നല്ല ജീരകം, തേങ്ങ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂട്ടിയാലും കുഴപ്പമില്ല. തേങ്ങ ഇച്ചിരിയുള്ളത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാം, തേങ്ങ കൊത്തി നമ്മൾ കുറച്ച് അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മളങ്ങോട്ട് ഇടണം. എന്നിട്ട് ഇടയ്ക്ക് അപ്പം നമ്മൾ കടിക്കുമ്പോൾ തേങ്ങാക്കൊത്ത് കടിക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്തൊന്നും ഇട്ടില്ല. എന്നാൽ ഓഫ് ചെയ്യട്ടെ. ഓഫ് ചെയ്തു. നമ്മളിത് അങ്ങോട്ട് എടുക്കുമോ ഞാൻ. അപ്പോൾ എടുക്കുമ്പോൾ തുറന്നൊക്കെ പോന്നിട്ടുണ്ട്. എന്താ ഇലക്കകത്ത് തുറന്നു. ഇങ്ങനെ കുത്തു നോക്കുമ്പോൾ അറിയാം.
ചക്കയപ്പം റെഡി. നന്നായിട്ടുണ്ട്. ഇനി നിങ്ങൾ വെച്ചിട്ട് കഴിച്ചിട്ട് വേണം എന്നോട് പറയാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കെന്നല്ല, മുത്തച്ഛനും മുത്തശ്ശിക്കും പഴയ പ്രായമുള്ള ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ചക്കയപ്പം. അല്ലെങ്കിൽ എന്താ പറയുക, കുമ്പിളപ്പം. കുമ്പിളുണ്ടാക്കുന്നതിനാണ് കുമ്പിളപ്പം എന്ന് പറയുന്നത്. ഇടനയിലയാണെങ്കിൽ നമുക്ക് ആ ഇടനയിലയുടെ മണവും അതിൻ്റെ ടേസ്റ്റും കൂടെ നമുക്ക് കിട്ടും. പക്ഷേ ഇടനയില കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ വാഴയില എണ്ണ ഉണ്ടാക്കിയത്. ഇല്ലാത്തവർക്ക് നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഭവമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ.